2024 ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണെന്നുള്ളൊരു സർവേ നടത്തിയ ലേഖനം വായിച്ചു നമ്മുടെ ഒരു മുഖ്യ ദിനപത്രത്തിൽ. അത് വാക്ക് നമ്മുടെ യുവാക്കൾക്കൊക്കെ അറിയാം, മുതിർന്നവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. തന്ത വൈബ് എന്നാണ്. ഞാനിത് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു തന്ത വൈബാണെന്നാണ്. വേറെ ചിലർ അതിനെ തള്ള വൈബെന്നും അമ്മാവൻ വൈബെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയുള്ള യുവാക്കളും കുറേ പേരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഈ തന്ത വൈബിൽ നിന്നൊരു യുവ വൈബായിട്ട് ഈ ദർശനം മാറുന്നില്ല എങ്കിൽ ക്രൈസ്തവ സമൂഹം ഒരു 300 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് ആരും ഉണ്ടാകില്ല. അതിന് നിങ്ങൾ മുൻപന്തിയിൽ ഒരു ജാഗ്രതയോടുകൂടെ മുൻപന്തി വരണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ജൂബിലിക്ക് തുടക്കം കുറിച്ചു. 29-ാം തീയതി വത്തിക്കാൻ രൂപതയുടെ റോമാ രൂപതയുടെ കത്തീഡ്രലായിരിക്കുന്ന ലട്രാൻ കത്തീഡ്രലിൽ കവാടം തുറന്ന് സാർവത്രികമായിട്ട് എല്ലാ രൂപതകളിലും ഞാനും രൂപതയുടെ കത്തീഡ്രലിൽ കവാടം തുറന്നു. അങ്ങനെ ലോകമെമ്പാടും കത്തീഡ്രലുടെ കവാടങ്ങൾ തുറന്ന് ഈ ജൂബിലി ആഗോളതലത്തിൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസിൻ്റെ തലേ രാത്രി പരിശുദ്ധ പിതാവ് വത്തിക്കാൻ ബസിലിക്കായുടെ കവാടം തുറന്ന് ജൂബിലി തുടക്കം കുറിച്ചു. 26-ാം തീയതി വത്തിക്കാൻ്റെ അടുത്തുള്ള ജയിലിൽ പോയി ജയിലിൻ്റെ കവാടം തുറന്ന് ജൂബിലിക്ക് തുടക്കം കുറിച്ചു. പിന്നീട് മേരി മേജറിലും അതുപോലെ തന്നെ 6-ാം തീയതി റോമയിൽ നിന്ന് പുറത്തുള്ള സെൻറ്റ് പോൾസ് ബസിലിക്കയിലും കവാടം തുറന്ന് ഈ ജൂബിലിയുടെ വലിയ മാനം ജനങ്ങൾക്ക് പ്രകടമാക്കി കൊടുക്കും. ഈ ജൂബിലിയുടെ ആപ്തവാക്യം പറഞ്ഞിരിക്കുന്നത് പ്രത്യാശയുടെ സാക്ഷികളാകുക എന്നുള്ളതാണ്. അപ്പോൾ പാപ്പ അതിനൊരുക്കമായിട്ട് സിനോഡാലിറ്റി ഓഫ് ദ ചർച്ച്, കൂട്ടായ്മ വേണം, പങ്കാളിത്തം വേണം, പ്രേക്ഷിത ദൗത്യം നിർവഹിക്കാനുള്ള മനസ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് സിനഡ് 2 സിനഡ് വിളിച്ചു കൂട്ടി അവസാനത്തെ സിനഡിൻ്റെ അവസരത്തിൽ പറഞ്ഞൊരു സന്ദേശമുണ്ട്. നിസ്സംഗതയുടെ മേലങ്കി അഴിച്ചു മാറ്റി ലോകത്തിൽ സുവിശേഷ ആനന്ദത്തിൻ്റെ പ്രേക്ഷിതരാകണം. ഈ നിസ്സംഗതയുടെ മേലങ്കി അഴിച്ചു മാറ്റി ലോകത്തിൽ സുവിശേഷാനന്ദത്തിൻ്റെ പ്രേക്ഷിതരാകണം. എന്നിട്ട് പാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ക്രിസ്മസൊക്കെ നിങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സത്രത്തിൽ സ്ഥലം കൊടുക്കാത്തതിന് കുറ്റപ്പെടുത്തുന്ന, സത്രം സൂക്ഷിപ്പുകാരനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. അത് ക്രിബുകളിൽ ഉണ്ടാക്കുമ്പോൾ, സന്ദേശം നൽകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ പരസ്പരം ഗീതങ്ങൾ, കരോൾ ഗാനങ്ങൾ ആലപിക്കുമ്പോഴൊക്കെ ഉണ്ട്. എന്നിട്ട് പാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിസ്സഹായനായിട്ടുള്ള യോസേപ്പും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മറിയവും സത്രം സൂക്ഷിപ്പുകാരൻ്റെ അടുത്ത് വന്നപ്പോഴേ സത്രം തുറന്നു കൊടുത്തില്ല. ഇന്ന് അവരെ പോലെ 2 പേര് നമ്മുടെ വാതിൽ വന്ന് മുട്ടിയാൽ നമ്മളിൽ എത്ര പേര് തുറന്നു കൊടുക്കും? എത്ര പേര് അവർക്ക് അഭയം കൊടുക്കാൻ സന്നദ്ധത കാണിക്കും? പാപ്പ പറയുന്നത് നിസ്സംഗതയുടെ മേലങ്കി മാറ്റി ലോകത്തിൽ സുവിശേഷാനന്ദത്തിൻ്റെ പ്രേക്ഷിതരാകണം. പാപ്പ ചോദിക്കേണ്ടത്, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കൽ എത്രയോ മനുഷ്യ മനസ്സുകളിൽ നിന്ന് ആട്ടിപ്പായിച്ചിട്ടാണ് നമ്മളിൽ പലരും ഈ ക്രിസ്മസ് ആഘോഷിച്ചത്. ഫുൾട്ടൻ ജേഷ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധനായിട്ടുള്ള വാഗ്മിയായിട്ടുള്ള ഫുൾട്ടൻ ജേഷ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഈ വാതിലുകൾ കൊട്ടിയടയ്ക്കാനും ഒരു നിസ്സംഗതാ മനോഭാവം നമ്മുടെ സഭയിൽ വരാനും ഇടയായത് ഒരു പൊതുജനാഭിപ്രായം സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ പൈശാചികമായിട്ടുള്ള ഒരു പൊതുജനാഭിപ്രായം സൃഷ്ടിച്ചെടുക്കാനായിട്ടിടയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കുന്ന അത്തരം പൊതുബോധങ്ങൾ നിരവധി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതൊന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ, നല്ല ആത്മാർത്ഥതയുള്ള മനുഷ്യർ ഈ പൊതുബോധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാതെ കുടുക്കിൽ പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു വെറുപ്പിൻ്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുക. ഒരു വെറുപ്പിൻ്റെ സംസ്കാരം, സ്നേഹത്തിൻ്റെ സംസ്കാരം സൃഷ്ടിക്കുന്നതിന് പകരം ഇത് വ്യക്തിവിദ്വേഷം വളർത്തുന്നു. അധികാരികളോട് വിധേയപ്പെടുന്നതിന് പകരം ധിക്കാരത്തോടുകൂടെ അവരോട് വിദ്വേഷം പുലർത്തുന്നു, മതവിദ്വേഷം വളർത്തുന്നു, സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കെതിരെ സ്വാർത്ഥത വളർത്തുന്നു. ഇങ്ങനെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഫുൾട്ടൻ ജേഷ്യൻ പറയുന്നുണ്ട്, ദൈവം ഇന്ന് മനുഷ്യൻ്റെ രൂപത്തിലാണ് വരിക.
നിങ്ങൾ വാതിലുകൾ തുറക്കാൻ സന്നദ്ധമാണോ? വെറുപ്പിന് പകരം സ്നേഹത്തിൻ്റെ, ശത്രുതയ്ക്കും വിദ്വേഷത്തിനും പകരം ആർദ്രതയുടെ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധമാണോ? ഇവിടെ മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ബർത്തിമേയോസിന്, അന്ധനായിട്ടുള്ളൊരു ബർത്തിമേയോസ് പറയുന്നുണ്ട്. അവൻ ജെറുസലേം ദേവാലയത്തേക്ക് പോകുന്നവരോട് ഭിക്ഷ യാചിച്ച് വഴിയരിയിലിരിക്കുക. കിട്ടുന്ന ഭിക്ഷ കൊണ്ട് അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവന് ക്രിസ്തുവാണ് ആ വഴിയരിയിലൂടെ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ആന്തരിക കണ്ണുകൾ ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അവൻ ചാടി എണീറ്റു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രൻ എന്നെ കനിയണമേ. ഈ പൊതുബോധത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരും അവനെ നിരുത്സാഹപ്പെടുത്തി, അവനെ തടഞ്ഞു, നീ മിണ്ടാതിരിക്കാനായിട്ട് അവനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കാരണം അതിലൂടെ കടന്നു പോകുന്നത് സർവശക്തനായിട്ടുള്ള കർത്താവാണെന്ന് അവൻ്റെ ആന്തരിക നയനങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് എല്ലാ ദിവസവും വരുന്നതല്ലേ? ആ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ആ കർത്താവിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ മനോഭാവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് നിശബ്ദമായിട്ടുള്ള നിസ്സംഗതയുള്ള ഒരു പൗരോഹിത്യം കൊണ്ട് ഈ സഭയ്ക്കൊരു ഉപകാരമില്ല. നിസ്സംഗമായിട്ടുള്ള ഒരു സമർപ്പിത ജീവിതം കൊണ്ട് ഈ സഭയെ കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല. നിസ്സംഗമായിട്ടുള്ള ഒരു കുടുംബജീവിതം കൊണ്ട് ഈ സഭയെ കെട്ടിപ്പടുക്കാൻ ആർക്കും കഴിയില്ല. ഒരു ഉപകാരം ഉണ്ടാകില്ല. മറിച്ച് ക്രിസ്തുവിനാൽ പ്രബുദ്ധമായിട്ടുള്ളൊരു പൗരോഹിത്യമാണ് വേണ്ടത്. ക്രിസ്തുവിനാൽ പ്രബുദ്ധമായ ഒരു സമർപ്പിത ജീവിതമാണ് വേണ്ടത്. ക്രിസ്തുവിനാൽ പ്രബുദ്ധമായ ഒരു കുടുംബജീവിതമാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സന്ദേശം ഈ ലോകത്തിൽ കൈമാറാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. സ്വയം ഉണരണം, നിലവിളിക്കണം, ചാടി എണീക്കണം, കൂടെ നടക്കണം. കുതിച്ചു ചാടി കർത്താവിൻ്റെ അടുത്തെത്തിയ പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന എൻ്റെ ഈശോയെ തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് തിരിച്ചു നടത്തണം. പീഠത്തിലിരിക്കുന്ന, സുരക്ഷിതമായിട്ടിരിക്കുന്ന പൗരോഹിത്യം കൊണ്ട് ഒരു ഉപകാരമില്ല. സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന സമർപ്പിത ജീവിതം കൊണ്ട് ഒരു ഉപകാരമില്ല. സുരക്ഷിതമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ കുടുംബജീവിതം കൊണ്ട് ക്രൈസ്തവ കുടുംബമാണെന്ന് പറയുന്നതിൽ ഒരു ഉപകാരമില്ല. മറിച്ച് കർത്താവിനൊപ്പം ലോകത്തിൻ്റെ തെരുവിലൂടെ നടക്കാനായിട്ട്, മാനവരാശിയുടെ മുറിവുകൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഒരു പ്രേക്ഷിത ചൈതന്യമാണ് ഇന്ന് ആവശ്യം. അതിലേക്ക് കടന്നു വരാത്തിടത്തോളം കാലം ക്രിസ്തുവിൻ്റെ സന്ദേശം ഒരാളിലേക്കും കൈമാറാൻ നമുക്ക് കഴിയില്ല. പ്രിയമുള്ളവരെ, പാപ്പ ഓർമ്മിപ്പിച്ച കാര്യം മറക്കരുത്. നിസ്സംഗതയുടെ മേലങ്കി അഴിച്ചു മാറ്റി ലോകത്തിൽ സുവിശേഷാനന്ദത്തിൻ്റെ പ്രേക്ഷിതരാകാൻ നമുക്ക് ജാഗ്രത പുലർത്താം.